നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മോളെ, എന്താ മോളെ ഇങ്ങനെ സങ്കടപ്പെടാതെ? അമ്മയ്ക്ക് സഹിക്കുന്നില്ല കേട്ടോ. ചേടാ, എന്താ ലൈറ്റ് ഇടാത്തത്? ആ ഇതെന്താ ഇരുട്ടിന്റെ ആത്മാക്കളോ? ഇതെന്തോ നട മനോഹര, ഭാർഗവി നിലയോ? അല്ല, ചെകുത്താൻ കയറിയ വീട്. അമ്മയൊന്ന് പോവാമേ. ആ ഓ, ഞാൻ പോയേക്കാം. യോ എടാ, ഇത്രയൊക്കെ സമ്മാനം ദൈവം തമ്പുരാൻ തന്നിട്ടും നിന്റെ അഹമ്മതിക്ക് യാതൊരു കുറവുമില്ല. അവളുടെ ഒരു കിടപ്പ് കണ്ടില്ലേ? പാർവതി, നിന്റെ മരുമോള് ബോധം കെട്ട് കിടക്കുവാണോ? അല്ല. അതെ, ബോധം കെടാതെ നോക്കിക്കോണം. സുധിമോൻ മരിച്ചപ്പോ പോലും ഇത്രയും സങ്കടം നിന്റെ മരുമോളുടെ മുഖത്ത് കണ്ടിട്ടില്ല. എന്റെ അമ്മയൊന്ന് പോയേ. ഞാൻ പോയേക്കാവേ. പോ ശരത്തേട്ടാ. അതെ, അപ്പുറത്ത് ലൈറ്റ് കെടുത്തി ദുഃഖാചരണം. നാളെ ഇനി പതാക ഉയർത്തല് കാണുമായിരിക്കും. കരിങ്കൊടിയേ, ദുഃഖ സൂചകമായി. അല്ല പിള്ളേരെ, ഞാൻ ഓർക്കുമായിരുന്നു, സുതിമോനെ പട്ടടയിലേക്ക് എടുത്തപ്പോ പോലും ആ ദേവിക കണ്ണീരൊഴുക്കി ഞാൻ കണ്ടിട്ടില്ല. അത് പിന്നെ മുത്തശ്ശി, ഈ ബന്ധത്തിന്റെ ഉയരം കൂടുന്തോറും സങ്കടത്തിന്റെ കടുപ്പം കൂടുവന്ന്. എന്നാലും ഇതിത്തിരി കടുപ്പമായി പോയി. ആദ്യം ഭാര്യയെ കൊന്നു എന്ന്, ഇരുട്ടി വെളുത്തപ്പം കുറ്റം ഏറ്റെടുക്കാൻ ഭർത്താവും. ഒടുക്കം പിടി വീണില്ലേ മുത്തശ്ശി? ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, അങ്ങനെ എന്തോ പഴഞ്ചൊല്ലില്ലേ നിത്യക്കുട്ടി? അതെ അതെ, ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നൊരു പഴഞ്ചൊല്ലും ഉണ്ട്. അവൻ ആഘോഷിക്കുക. ആയ മനോഹരേട്ടാ, ഒന്നും മിണ്ടണ്ട. നിങ്ങൾ കഴിക്കു പിള്ളേരെ. കഴിക്കാതെ പിന്നെ. ഇന്നാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പാ. എനിക്കല്ലെങ്കിൽ അങ്ങനെ മുത്തശ്ശി, സന്തോഷം കൂടുന്നതനുസരിച്ച് വിശപ്പും കൂടും. ഇവന്റെ തന്തയത്തപ്പം ഇവൻ ഒരു ചെമ്പ് ചോറുണ്ട് കാണുമല്ലോ. തന്തയാരാന്ന് ആർക്കറിയാം? അച്ഛനൊന്നും പറയണ്ട അച്ഛാ, അവരാഘോഷിക്കട്ടെ. അതെ, ഈ ജയിലിലും ഫുൾ ടൈം ചപ്പാത്തി തന്നെയാണോ ശരത്തേട്ടാ? ജയിലില് ഗോതമ്പുണ്ടല്ലേ? അതൊക്കെ പണ്ട്. ഗോതമ്പുണ്ട കഴിക്കാൻ കൊടുക്കും, അത് പുഴുങ്ങിയ വെള്ളം കുടിക്കാൻ കൊടുക്കും. ജയിൽ മെനു ഒക്കെ ഇപ്പൊ മാറിപ്പോയില്ലേ മുത്തശ്ശി? ഓ, കേട്ടാല് കൊതി വരും. ആഴ്ചയിൽ ഒരിക്കൽ ചിക്കനും മട്ടനും മീനും ഒക്കെ ജയിൽ മെനുവിലുണ്ട്. ആണോ? ഓ, ഉപ്പുമാവ്, ചപ്പാത്തി, ചോറ്, കടല. ആരോഗ്യമുള്ള പ്രതികളുടെ ഒരു തലമുറയെ വാർത്തെടുക്കലാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. ഈ ചിക്കനും മട്ടനും ഒക്കെ അളവ് തൂക്കിയാ തരുന്നത്. നമ്മൾ ചുമ്മാ ക്യൂ നിന്നാ മതി. ഒരു ചെറിയ സ്റ്റീൽ പാത്രത്തിൽ വെച്ച് ഇലക്ട്രോണിക് ഗ്ലാസ് തൂക്കി തരും. അല്ല, ചരത്തുമോൻ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ഇല്ല. എന്താ മുത്തശ്ശി? അല്ല, ഇത്ര കൃത്യമായിട്ട് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. അത് ഞാൻ വായിച്ചിട്ടുണ്ട് മുത്തശ്ശി. പിന്നെ എത്രയോ ജയിൽ ഉദ്യോഗസ്ഥർ എന്റെ സുഹൃത്തുക്കള്.
അത് പറ. പാവ നിരഞ്ജൻ ഡോക്ടർ ഇന്ന് മട്ടൻ കിട്ടിയാ മതിയായിരുന്നു. ഏയ് പുള്ളി ഇതൊന്നും കഴിക്കാൻ സാധ്യതയില്ല. ഇവിടുത്തെ പോലെ അവിടെ അത്താഴപ്പട്ടിണിയായിരിക്കും. ഇത് നായ്ക്കളെ ഇന്ന് അകം വേണ്ട വേണ്ട അച്ഛാ. വേണ്ട. മോള് പോയി കിടക്ക്. അമ്മ, അച്ഛാ, നിങ്ങൾ എന്റെ കൂടെ ഒന്ന് വരുമോ? എനിക്കെന്തോ വല്ലാത്തൊരു ഭയമാവുന്നു. ദേഹമെല്ലാം തണുക്കുന്ന പോലെ. കുറച്ചു നേരം നമുക്കൊന്നിച്ച് സദ്യേട്ടൻ്റെ അടുത്തിരിക്കാം. മോള് കിടക്ക്. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല അമ്മ. കണ്ണടച്ച് കിടന്നാ മതി മോളെ, ഉറക്കം വന്നോളും. കണ്ണടച്ചു കഴിഞ്ഞാ പിന്നെ എന്തൊക്കെ പേടിപ്പിക്കുന്ന ചിത്രങ്ങളാ മനസ്സിലേക്ക് വരുന്നത്. ഒന്നുമില്ല മോളെ, അച്ഛനും അമ്മയും അടുത്തില്ലേ, സുതിമോനില്ലേ, പിന്നെന്താ? നമ്മളെല്ലായിടത്തും തോറ്റുപോകാണല്ലോ മോനെ. നമ്മളെ ദൈവത്തിന് പോലും വേണ്ടേ? നമ്മളെ രക്ഷിക്കാൻ ആര് വരും മോനെ? നിരഞ്ജൻ ഡോക്ടറെ ആര് രക്ഷിക്കും? കാലാകാലങ്ങളിൽ ധർമ്മം രക്ഷിക്കാൻ അവതാരപ്പിറവികൾ ഉണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പിന്നെ അവതാരങ്ങളുടെ അവസാന കാലമല്ലേ, കൽക്കിയുടെ കലിയുഗം. നിരഞ്ജൻ സാർ രക്ഷപ്പെടും അമ്മേ. എന്റെ മോള് നീ ഇത്ര പൊട്ടിയാണോ? മോള് നല്ല വിദ്യാഭ്യാസം ഉള്ളോളല്ലേ? ഒരു കേസിൽ ഇന്ന് കസ്റ്റഡിയിലെടുത്ത ആളെ വിചാരണ ചെയ്ത് മറ്റന്നാൾ തൂക്കിക്കൊല്ലുവാണോ? അല്ലല്ലോ. കോടതി കുറ്റപത്രം സമർപ്പിക്കാൻ തന്നെ 90 ദിവസം എടുക്കും. അതിനിടയ്ക്ക് കോടതിക്ക് വിവേചന അധികാരം ഉപയോഗിച്ച് ജാമ്യം നൽകാം. കാരണം നിരഞ്ജൻ ഡോക്ടർ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. ഒരുപാട് ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം പുറത്തു വേണം. പിന്നെ അദ്ദേഹത്തെ പോലൊരാള് രാജ്യം വിട്ടു പോകത്തൊന്നുമില്ലല്ലോ. അത് കോടതിക്ക് നന്നായിട്ടറിയാം. അതും സ്വയം കുറ്റം ഏറ്റെടുത്തിയാണ്. പിന്നെ എൻ്റെ മോളെയും ശരത്തിനെയും പോലെയുള്ള നന്ദിയില്ലാത്ത നായ്ക്കള് സന്തോഷിക്കും. നിരഞ്ജൻ ഡോക്ടറെ കുറച്ചു ദിവസം ജയിലിൽ കിടത്തിയെന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ.